അങ്ങനെ കുട്ടികളെയും മക്കളെയൊക്കെ ഒന്ന് പെറുക്കിയെടുത്തൊന്ന് പുറത്തിറങ്ങിയതാണ് കേട്ടോ. എപ്പോഴും ഇങ്ങനെ ഈ ഒരു ഹസ്ബൻഡിന് കിട്ടിക്കൊള്ളുന്നില്ല, അതുകൊണ്ട് ഇന്നൊരു ഗ്യാപ്പിന് പുറത്തിറങ്ങിയതാണ് കേട്ടോ. ഇപ്പം പോകുന്നത് ഇക്കാക്ക് വേണ്ടിയിട്ട് സ്റ്റുഡിയോ കയറാണ് കേട്ടോ. അവിടുന്ന് ടീഷർട്ട് നോക്കണം, അങ്ങനെ കുറച്ച് ഐറ്റംസ് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റുഡിയോയിൽ കയറിയതാണ്. കുറേ നേരം തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ അവിടെ ചെന്നാൽ നമുക്ക് എടുക്കാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ കുറേയൊക്കെ നോക്കി അതിനനുസരിച്ചിട്ട് നമ്മൾ അത് സൈസാണോ നോക്കാൻ പോകണം. അങ്ങനെയൊക്കെ ആയിട്ട് കുറേ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇതിൻ്റെ ഒരു കോപ്രായങ്ങൾ കാട്ടുന്നത് കേട്ടോ. അപ്പോൾ ഷർട്ടൊക്കെ നല്ല അഫോർഡബിൾ പ്രൈസിന് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ചൊക്കെ നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ട 2 ടീഷർട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവിടുന്ന് മോൾക്കുള്ള കുറച്ച് ഐറ്റംസ് എടുക്കാനുണ്ടായിരുന്നു, അതൊക്കെ എടുത്തു. ഇനി അത് ബില്ലാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ബ്രാസൊക്കെ നല്ല അടിപൊളി ഐറ്റംസ് അവിടെ ഉണ്ട്, ബ്രാൻഡഡ് ഐറ്റംസ് ആയിരുന്നു. അങ്ങനെ സ്റ്റുഡിയോയിൽ ഞങ്ങൾ ബില്ലാക്കി അവിടുന്ന് ഇറങ്ങി കേട്ടോ. തൊട്ടടുത്ത് തന്നെ നമ്മൾ നെസ്റ്റ് ഉണ്ട്. അപ്പോൾ തിരിച്ചവിടുന്ന് പോന്നു കേട്ടോ. പുറത്തിറങ്ങിയാൽ പിന്നെ നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും കഴിക്കണം. അത് അപ്പോൾ എപ്പോൾ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിറങ്ങിയതാണെങ്കിലും അവർക്ക് പുറത്തിറങ്ങിയാൽ ഒരു വിശപ്പിൻ്റെ വിളിയാളം വരും. നിങ്ങളുടെയൊക്കെ മക്കളും അങ്ങനെ തന്നെയാവില്ലേ? അപ്പോൾ അവർക്ക് വേണ്ടത് ഷവർമ്മയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് ഷവർമ്മയൊക്കെ ഓർഡർ ചെയ്തിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ഷവർമ്മ ഉണ്ടാക്കുന്ന ഈ ഷവർമ്മ മെഷീൻ്റെ അടുത്ത് നിൽക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല, അത്രക്കും ഹീറ്റായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ എടുക്കണ്ടേന്ന് വിചാരിച്ചിട്ട് അവിടെ പോയി കുറച്ച് ദൂരം മാറി നിന്നപ്പോൾ അപ്പോൾ ഭയങ്കര ചൂടാണ്. അപ്പോൾ ഈ വർക്കൊക്കെ ചെയ്യുന്ന ഈ ജോലിക്കാരെ സമ്മതിക്കണമല്ലേ. എത്രയോ കിലോ വെച്ചിട്ട് ചെയ്യുമ്പോൾ അത്രയും ചൂട് അവരുടെ കയ്യിലാണല്ലോ കൊള്ളുന്നത്. മുഖത്തും അതിനനുസരിച്ചിട്ട് ചൂട് തട്ടുന്നുണ്ട് കേട്ടോ. ഈ വീഡിയോ കാണുന്ന എത്ര പേരുടെ ഭർത്താക്കന്മാർ ഈ ജോലി ചെയ്യുന്ന ഫീൽഡിലുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യാം. അതുകൊണ്ട് ഞാനിങ്ങനെ അടുത്ത് പോയി നിന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ അത് ഇതുവരെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നൊരു ദിവസം അത് നല്ല ഫീൽ ചെയ്തു കേട്ടോ. അപ്പോൾ അവിടുന്ന് പ്ലേറ്റാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ പ്ലേറ്റൊക്കെ നമ്മളിപ്പോൾ ഷവർമ്മ റോള് മേടിക്കുന്നതിനേക്കാളിലും എക്സ്ട്രാ 20 റുപ്പീസ് കൊടുത്താൽ നമുക്ക് പ്ലേറ്റാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഒരു 110 രൂപയാണ് ഇതിനുള്ളത് കേട്ടോ, ഈ പ്ലേറ്റിന് മേടിക്കാം. അപ്പോൾ എല്ലാവരും മേടിക്കുമ്പോൾ എക്സ്ട്രാ ഒരു 10 രൂപ കൂട്ടി കൊടുത്താൽ നമുക്ക് ഇങ്ങനത്തെ പ്ലേറ്റ് മേടിക്കുകയാണ് ലാഭം. അപ്പോൾ എല്ലാവരും ഒന്ന് അങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ അതൊക്കെ സെറ്റാക്കി പിന്നെ അവിടുന്ന് മോള് വന്നിട്ട് അവൾക്കൊരു ലേസും അതിൻ്റെ ഇടയിൽ കൂടെ വന്ന് തപ്പിപ്പിടിച്ച് പോയിട്ടുണ്ട് കേട്ടോ. വെറുതെ പറയുകയാണ്, അല്ലാതെ വിശപ്പിൻ്റെ വിളിയാളം വന്നിട്ടൊന്നുമല്ല. പുറത്തേക്ക് ഇറങ്ങിയാൽ എല്ലാവരുടെയും മക്കളും അങ്ങനെ തന്നെയാണല്ലോ അല്ലേ. അങ്ങനെ അതൊക്കെ മേടിച്ചു. 4 പ്ലേറ്റാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇതിൽ മിക്സാക്കിയിട്ട് മയണൈസ് ഒഴിച്ചിട്ടുണ്ടെങ്കിലും എക്സ്ട്രാ പാക്കറ്റിൽ മയണൈസ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുന്ന് അതൊക്കെ സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ ഈ പയ്യൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ വീഡിയോ കണ്ട് എൻ്റെ കടയിൽ എല്ലാവരും വന്നിട്ട് ചിലവുണ്ടാക്കി തരുമെന്നാണ് കേട്ടോ ചോദിക്കുന്നത്. അപ്പോൾ അവൻ പറയുന്നത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്നാണ് കേട്ടോ. എല്ലാവരും പയ്യൻ്റെ കടയിലേക്ക് ചെല്ലണം. അപ്പോൾ അത് നമ്മുടെ പട്ടാമ്പി മേലെ പട്ടാമ്പി അടുത്താണ് കേട്ടോ ഈ ഷോപ്പ് വരുന്നത്. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. എല്ലാവർക്കും ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ഇൻഷാ അല്ലാഹ് ബൈ.